തിരച്ചിൽ ഉടൻ എപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള തീവണ്ടികളിൽ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കന്യാകുമാരിയിലാണ് കുട്ടിയുള്ളത് എന്ന സൂചനകൾ പുറത്തു വന്നത്. പക്ഷേ കന്യാകുമാരിയിലെ പരിശോധനകളും ഫലപ്രദമായില്ല എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പാറശാല വരെ പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നതായാണ് വിവരം. അതായത് മറ്റൊരു യാത്രക്കാരി പകർത്തിയ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പാറശാല വരെ കുട്ടി യാത്ര ചെയ്തിരുന്നു. അതിനുശേഷമാണ് കുട്ടിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകാത്തത്. ചെന്നൈയിലേക്ക് ഇന്നലെ 5:50 മറ്റൊരു വിവരമുള്ളത്, ഇന്നലെ 5:50 ചെന്നൈയിലേക്ക് ഒരു ട്രെയിൻ പോയിട്ടുണ്ട്. കുട്ടി ഒരുപക്ഷെ ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണിത്. ഈ ചെന്നൈയിൽ നിന്ന് പോയ കന്യാകുമാരിയിൽ നിന്ന് പോയ ഒരു ട്രെയിനുണ്ട്. അതിൽ കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു വിവരമായി നമുക്ക് ലഭിക്കുന്നത്. പെൺകുട്ടിയുടെ ഫോട്ടോ തമിഴ്നാട് പോലീസ് കന്യാകുമാരി ഓട്ടോ റിക്ഷ അസോസിയേഷന് കൈമാറിയിട്ടുണ്ട്. അവരും ഈ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നെയ്യാറ്റിൻകരയിലാണ് ഈ ബബിത എന്ന യാത്രക്കാരി ഇറങ്ങിയത്. നെയ്യാറ്റിൻകരയിൽ ഇറങ്ങുന്നത് വരെ ഈ പെൺകുട്ടി ട്രെയിനിലുണ്ടായിരുന്നുവെന്നാണ് ഫോട്ടോ എടുത്ത ബബിത പറഞ്ഞത്. സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവർ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്നുള്ളത് ഈ രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായി വീട്ടിൽ വെച്ച്. അപ്പോൾ അമ്മ ഈ 13-കാരിയെ വഴക്ക് പറഞ്ഞു. ഈ കുട്ടിയുമായി അമ്മ പുറത്തേക്ക് പോയി. ഇളയ കുട്ടിയെ കാണാതായ കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. 3 കുട്ടികൾ മൊത്തം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. അമ്മ തിരിച്ചെത്തിയപ്പോൾ കുട്ടി വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്നാണ് അമ്മ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കാര്യമായി തന്നെ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഡാന് ഈ മാതാപിതാക്കൾ വല്ലാത്ത വിഷമത്തിലാണ്, അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവർക്ക്? ഈ അച്ഛനും അമ്മയും ഈ 3 കുട്ടികളും അല്ലാതെ മറ്റു ബന്ധുക്കളുടെ ആരുടെയെങ്കിലും സഹായമുണ്ടോ? അപ്പം നാട്ടുകാരുമായിട്ട് എന്തെങ്കിലും സഹകരണം ഉണ്ടായിരുന്നോ ഇവർക്ക്? ഡാൻ കുര്യൻ, മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ പോലീസ് സംഘം കന്യാകുമാരിയിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു അവർ എത്തിയത്. കന്യാകുമാരിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വ്യാപകമായി നടത്തിയ പരിശോധനയിലും, അതായത് രാവിലെ ഈ പുലർച്ചെ 4 മണിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിരുന്നു, പിന്നീട് ബീച്ച് റോഡിലേക്ക് പോയി എന്നൊക്കെയുള്ള തരത്തിൽ ഈ ഓട്ടോ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് വന്ന മൊഴിയിൽ കഴമ്പില്ല എന്ന് രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധനയിൽ മാത്രമേ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതും അങ്ങനെയാണ് അരിച്ചു പെറുക്കിയത്. ഏതാണ്ട് 4-5 മണിക്കൂർ ആ പ്രദേശത്തെ സമീപ പ്രദേശങ്ങളെയൊക്കെ CCTV ക്യാമറകൾ വിശദമായി പരിശോധിച്ചിട്ടും ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറുദിശയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിയുടെ മൂത്ത സഹോദരനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മൂത്ത സഹോദരനുമായി ഈ കുട്ടി ഇങ്ങനെ ഈ കുടുംബത്തിലുണ്ടായിരുന്ന ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ കൃത്യമായി ഇവരിലേക്ക്, അതായത് ഈ കുട്ടി ഇപ്പോൾ പറയുന്നത് പോലെ ഈ അയൽവാസികളുടെ ഭാഗത്തു നിന്നടക്കം പുറത്തു വന്നിരിക്കുന്ന പ്രതികരണങ്ങളിൽ വ്യക്തമാക്കിയതുപോലെ ഈ രണ്ടാനമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ മർദ്ദനത്തിൽ മനം മടുത്ത് മൂത്ത സഹോദരന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോയതാണോ ഈ കുട്ടി എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു, അവിടെ എത്തിയിട്ടുണ്ട്, CCTV ക്യാമറ പരിശോധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊന്നും, കുടുംബ പശ്ചാത്തലം, ഈ കുട്ടി ഇങ്ങനെ ഇവിടെ നിന്ന് വീട് വിട്ടിറങ്ങുന്നതിൽ ഒരു നിർണായകമായ സാഹചര്യമായി മാറിയോ, ഇതടക്കമുള്ള കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തമാക്കുന്നില്ല. പക്ഷേ അവർക്ക് കിട്ടിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു 9 മണി കഴിയുന്ന സമയത്ത് ഇവിടേക്ക് എത്തി കുടുംബാംഗങ്ങളെ കണ്ട് 10-15 മിനിറ്റ് അവരെ മുറിയിൽ വിളിച്ചു വരുത്തി ഇരുവരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇവിടുന്ന് അവർ മടങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടി എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായി പെൺകുട്ടിയാണ്, 13 വയസ്സ് മാത്രമാണ് പ്രായം, അസാമീസ് ഭാഷ മാത്രമാണ് അറിയാവുന്നത്. അതിനപ്പുറത്തേക്ക് അവൾ നമ്മുടെ നാട്ടിൽ ഏറെ പ്രതീക്ഷയോടെ പഠിക്കാനായി ഒക്കെ എത്തിയതാണ്. പക്ഷേ പിന്നീട് അവൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്ത അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ രണ്ടാനമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നൊക്കെ അയൽവാസികൾ പറയുമ്പോൾ സ്വാഭാവികമായി സഹിച്ചു നിൽക്കാനായിട്ടുണ്ടാവില്ല.
കാരണം ആഴ്ചത്തെ മാത്രം പരിചയത്തിന് പുറത്ത് ഈ അയൽവാസികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇവർക്കാർക്കും അറിയാത്ത ദുരനുഭവങ്ങൾ ദുരിതങ്ങൾ അവൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടായിരിക്കാം. ആ വേദനയായിരിക്കാം ഈ ഭാഷ പോലും അറിയാത്ത ഒരു നാട്ടിൽ എങ്ങോട്ട് ഇറങ്ങിപ്പോകണമെന്നറിയാതെ ഈ 13 വയസ്സുകാരി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ട്രെയിനിൽ കയറി തനിയെ ഏതോ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. അതിനപ്പുറത്തേക്ക് അവൾ എവിടെ എത്തി എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പോലീസിന് കഴിയാതെ പോകുന്നതാണ് ഏറെ ശ്രമകരമായ ഒരു ദൌത്യമായി മാറുന്നതും. പാറശാല വരെ പെൺകുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് അവിടെ ഏതായാലും തസ്ബിദിനെ കുറിച്ച് ഇതുവരെയും യാതൊരു സൂചനകൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. പോലീസിന്റെ വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. 5 അംഗ സംഘമാണ്, മലയാളി പോലീസ് സംഘമാണ് അവിടെ ഉള്ളത്. പക്ഷേ അവർക്ക് കൃത്യമായ ഒരു വിവരം ലഭ്യമാകുന്നില്ല. ഡാൻ കുര്യനും MG മിഥുനുമാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്.